ഏവർക്കും +2 എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിന്റെ ഈ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്. രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. ഒന്നുകിൽ 4 മാർക്സിന് അല്ലെങ്കിൽ 6 മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. രണ്ട് ടൈപ്പ് പ്രോബ്ലത്തിൽ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ. സൊല്യൂഷൻ ഓഫ് 2 ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ. മറ്റൊന്ന് സൊല്യൂഷൻ ഓഫ് 3 ലീനിയർ ഇക്വേഷൻ വിത്ത് 3 വേരിയബിൾസ്. ഈ രണ്ട് പ്രോബ്ലംസും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് അതിന്റെ ജസ്റ്റ് തിയറി ഒന്ന് ഓടിച്ച് പറയാം. ഈ പോർഷൻസ് വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ട് ഭംഗിയായി ഈ പോർഷൻ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ റിവിഷൻ ക്ലാസ് കാണുക. സോ അതിന്റെ തിയറി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇവിടെ 3 ലീനിയർ ഇക്വേഷൻ ഉണ്ട്. ലീനിയർ മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. 3 ഇക്വേഷൻസ് വിത്ത് 3 വേരിയബിൾ. എങ്ങനെ സോൾവ് ചെയ്യാം? ദ ഗിവൺ ഇക്വേഷൻസ് can be written in the matrix form Ax equal to B. എന്താണ് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ ഞാൻ മെട്രിക്സിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഏത് ഫോമിൽ എഴുതാം അതിനെ? Ax equal to B where A is the coefficient matrix. ഈ ഇക്വേഷനിലെ x y z ന്റെ കോഎഫിഷ്യന്റ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ക്യാപിറ്റൽ A. that is called coefficient matrix. എന്താണ് പറഞ്ഞോളൂ? ഫസ്റ്റ് റോ A1 B1 C1, second row A2 B2 C2, third row A3 B3 C3. ഓക്കെ, എ എന്ന മെട്രിക്സ് എഴുതാൻ മനസ്സിലായി. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ്. അത് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ഹിയർ വേരിയബിൾസ് എക്സ് വൈ ഇസഡ്. അത് കോളം മെട്രിക്സ് ആയിട്ട് തന്നെ എഴുതുക. ഫൈനലി ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ്. കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാണ്? D1 D2 D3. So, given system of equation can be written in the matrix form Ax equal to B, where A is equal to this one, X equal to this one, and B equal to this one. ഈ മെട്രിക്സും ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് അതുമായി ടിക്കറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് കിട്ടും. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം മെട്രിക്സ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. അതിനുശേഷം നിങ്ങൾ എന്ത് കണ്ടെത്തുക? ഡിറ്റർമിനന്റ് എ. ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0, if എന്താണ് determinant A not equal to 0, then the system have only one solution. unique solution ആയിരിക്കും. ഈ സിസ്റ്റത്തിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കാണുന്ന ഫോർമുല which is x equal to, നമുക്ക് കാണേണ്ടത് എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ we have to find values of x, y and z. ആ x കാണുന്ന ഫോർമുല A inverse into B. very very important formula. Sure question. ഈ ഫോർമുല ബേസ് ചെയ്ത് എന്താണ്? if determinant A not equal to 0, then the system have only one solution which is obtained by the formula capital X equal to A inverse into B. ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ such system are called consistent. എന്താണ്? consistent എന്ന് പറയും. A system of equation have one or more solution, then the system is said to be consistent. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്, സൊല്യൂഷൻ ഇല്ല എങ്കിൽ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സിസ്റ്റം മസ്റ്റ് ബി എന്താണ്? കൺസിസ്റ്റന്റ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട്. അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഉടൻ എഴുതാം ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്ന്. One more case. നിങ്ങൾ ചോദിക്കും determinant A not equal to 0 ആണെങ്കിൽ okay, then what about determinant A equal to 0? If determinant A equal to 0 എന്ന് കിട്ടിയാൽ next we have to find adj A into B. എന്താണ്? adjoint of the matrix A യും B എന്ന മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 മെട്രിക്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും ഒരു മെട്രിക്സ്. അത് ഒരു 0 മെട്രിക്സ് അല്ല എങ്കിൽ then the system have no solution. എന്താണ്? സിസ്റ്റത്തിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. എപ്പോഴാണ് സൊല്യൂഷൻ ഇല്ലാത്ത കേസ്? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആകണം. at the same time adj A into B എന്തായിരിക്കണം? not equal to 0. then the system have no solution. that means the system is inconsistent. One more case.
അത് നമുക്ക് പ്രാധാന്യമുള്ളതല്ല. ഇഫ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആൻഡ് അഡ്ജ് എ ഇൻടു ബി ഈക്വൽ ടു 0, അതും ഈക്വൽ ടു 0 എന്നാൽ എങ്കിൽ സിസ്റ്റം എയ്തർ കൺസിസ്റ്റന്റ് ഓർ എന്താണ് ഇൻകൺസിസ്റ്റന്റ്. വ്യക്തമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. യുണീക് സൊല്യൂഷൻ അല്ല, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സൊല്യൂഷൻ ഒന്നും കാണാതിരിക്കാനും സാധ്യതയുണ്ട്. അത് നമ്മൾ ഹയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഇവിടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ രണ്ട് കണ്ടീഷനാണ് ഓർമ്മിക്കേണ്ടത്. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഫസ്റ്റ് വൺ ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, യാതൊരു സംശയമില്ല. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. First question, important question, higher secondary question. Solve 2x plus 5y equal to 1, 3x plus 2y equal to 7. Two linear equation with the two variables. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. So നോക്കിക്കോളൂ. First of all, we have to convert these equations into matrix form. So the given equations can be written in the matrix form. എന്താണ് നിങ്ങൾക്കറിയാം, ax equal to b, where a is the coefficient matrix. x y യുടെ coefficients എടുത്ത് എഴുതുക. ഫസ്റ്റ് റോയിൽ എന്തെഴുതണം, 2 5, സെക്കൻഡ് റോയിൽ 3 2. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ്, കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. എക്സ് വൈ റോ മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ കിട്ടത്തില്ല കേട്ടോ. സോ കോളം മെട്രിക്സ് ആയിട്ട് തന്നെ എഴുതുക. നെക്സ്റ്റ് ക്യാപിറ്റൽ ബി വിച്ച് ഈസ് ദ കോൺസ്റ്റന്റ് മെട്രിക്സ്. എന്താണ് കോൺസ്റ്റന്റ്സ് ഇവിടെ? 1ഉം 7ഉം, അതും കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ഡിറ്റർമിനന്റ് 2 5 3 2. എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യുന്നത്? 2 into 2 4 minus 3 into 5 that is 15, that is equal to minus 11 എന്ന് കിട്ടി, which is not equal to 0. Therefore the system have only one solution. Therefore the system have only one solution. Hence the system is consistent. അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുന്നത് നല്ലതാണ്. കാരണം എക്സാമിനേഷന് ചിലപ്പോൾ check whether the system is consistent or not. If consistent, solve it. അങ്ങനെ ചോദിക്കാം. എങ്കിൽ ആ സെന്റൻസിന് പ്രാധാന്യമുണ്ട്. Therefore the system is എന്താണ് consistent എന്ന് കൂടെ എഴുതുന്നത് നല്ലതാണ്. So determinant not equal to 0 ആണെങ്കിൽ there is only one solution. Therefore the system എന്താണ് consistent. Next we have to find solution. Solution കാണുന്ന ഫോർമുല capital X equal to A inverse into B. അപ്പോൾ എന്ത് കാണണം? Inverse of the matrix A കാണണം. അതിനു വേണ്ടി എന്ത് കാണണം? അഡ്ജ് എ. കാരണം ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. സോ അഡ്ജ് എ ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്കറിയാം. പറഞ്ഞോളൂ. മെയിൻ ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നെക്സ്റ്റ് ഇതെന്താണ്? അതുപോലെ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് +5 എങ്ങനെ എഴുതണം? -5 +3 എന്ത് എഴുതണം? -3. പിടികിട്ടിയായിരുന്നു. മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യണം. ഈ മെയിൻ ഡയഗണൽ ഇവിടെ ഒരേ എലമെന്റ് ഒന്നുകൊണ്ടാണ് ഇന്റർചേഞ്ച് ചെയ്ത ഫീലിംഗ് കിട്ടാത്തത്, അത്രേ ഉള്ളൂ. സോ അഡ്ജ് എ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നൗ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എന്താണ്? -11. അഡ്ജ് എ അതുപോലെ എഴുതുക. 2 -5 -3 2. Now what is the formula? X equal to A inverse into B, which is equal to A inverse. Already നമ്മൾ എഴുതി കഴിഞ്ഞു. 1 by -11. ഓരോന്നിനെയും -11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി കളയരുത്. അത് ഔട്ട്സൈഡ് തന്നെ ഇരുന്നോട്ടെ. സോ 1 by -11 ഈ മെട്രിക്സ് അതുപോലെ എന്താണ്? 2 -5 നെക്സ്റ്റ് -3 2 into എന്താണ്? മെട്രിക്സ് B, that is നമുക്കറിയാം 1 7 equal to 1 by -11 into ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടും. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും 2 into 1 എന്താണ്? 2 2 into 1 2 -5 into 7 -35. 2 -35 എന്ത് കിട്ടി? -33. നെക്സ്റ്റ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ചെയ്യുമ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. -3 into 1 -3 2 into 7 +14.
14 minus 3 എന്ന് കിട്ടി പ്ലസ് 11. ഓരോ ടേമിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? മൈനസ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. മൈനസ് 33 ബൈ മൈനസ് 11 എന്ന് പറഞ്ഞാൽ പ്ലസ് 3. 11 ബൈ മൈനസ് 11 എന്ന് പറഞ്ഞാൽ മൈനസ് 1. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് വൈ കോളം മെട്രിക്സ് എക്സ് വൈ ഈക്വൽ ടു എന്ത് കിട്ടി? ഇപ്പോൾ റൈറ്റ് ആൻസർ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സും ഈക്വൽ. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വേറ്റ് ചെയ്യാം. Therefore x equal to എന്ത് കിട്ടി? കറസ്പോണ്ടിങ് എലമെന്റ് 3 and y equal to എന്ത് കിട്ടി? -1, which is the solution of this system of linear equations. ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാം. അപ്പുറത്തും ഇപ്പുറത്തും എത്തി നോക്കേണ്ട ആവശ്യമില്ല. ഈ കിട്ടിയ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x3 ഇവിടെ കൊടുത്തു. 3 into 2 എന്താണ്? 6. അടുത്ത y യുടെ വാല്യൂ -1 ഇവിടെ കൊടുക്കുക. 5 into -1 -5. 6 minus 5 എന്താണ്? 1 equal to 1 കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത ശരിയാണ്. സമാധാനത്തോടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാൾ വിട്ടു പോകാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും 4 മാർക്സ്. 2 ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾ ആണെങ്കിൽ സാധാരണ എക്സാമിനേഷന് 4 മാർക്കിനാണ് ചോദിക്കാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ഈ പാറ്റേണിലുള്ള ഒരു പ്രോബ്ലം ആണ് 6 മാർക്സിന്. സോ നോക്കിക്കോളൂ. സോൾവ് 3x minus 2y plus 3z equal to 8, 2x plus y minus z equal to 1, 4x minus 3y plus 2z equal to 4. 3 linear equations with 3 variables. ഈ equations solve ചെയ്യണം. First of all, we have to write the given system in matrix form. ഈ system of equation matrix form-ലോട്ട് convert ചെയ്യണം. The given equations can be written in the matrix form. എന്താണ്? Ax equal to b, where A is the coefficient matrix. A equal to പറഞ്ഞോളൂ 3 minus 2 3. x y z ന്റെ coefficients എടുത്തെഴുതുക. ഫസ്റ്റ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് 3 minus 2 3. സെക്കൻഡ് ഇക്വേഷന്റെ x y z ന്റെ കോഎഫിഷ്യന്റ്സ് 2 1 minus 1 2 1 minus 1. തേർഡ് ഇക്വേഷൻ കോഎഫിഷ്യന്റ്സ് 4 minus 3 2 4 minus 3 2. നെക്സ്റ്റ് വേരിയബിൾ മെട്രിക്സ് കോളത്തിനകത്ത് എഴുതുക. ഹിയർ വേരിയബിൾസ് x y z, that is കോളം മെട്രിക്സ് x y z ആക്കി എഴുതുക. Next, capital B, which is the constant matrix. Again, another column matrix. Here, constants are 8, 1, and 4. 8, 1, 4. Next, we have to find value of determinant A. Determinant A കണ്ടെത്തണം. നിങ്ങൾക്കറിയാം. നോക്കിക്കോളൂ. First element 3 into. ആ 3 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക. ബാക്കിയുള്ള എലമെന്റിന്റെ ഡിറ്റർമിനന്റ്സ്. ഡിറ്റർമിനന്റ് 1 minus 1. നെക്സ്റ്റ് -3 2. നെക്സ്റ്റ് രണ്ടാമത്തത് ഓപ്പോസിറ്റ് സൈൻ -2 എങ്ങനെ എഴുതണം? +2. ആ 2 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക. എന്ത് കിട്ടും? 2 minus 1. നെക്സ്റ്റ് 4 2. നിങ്ങൾക്കറിയാമെന്നാണ് എന്റെ വിശ്വാസം. സെക്കൻഡ് എലമെന്റ് ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക. ബാക്കി എന്തുകൊണ്ട്? 2 minus 1 4 2. നെക്സ്റ്റ് ലാസ്റ്റ് ടേം അതുപോലെ അത് ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക. കോളം ഡിലീറ്റ് ചെയ്ത് റോ ഡിലീറ്റ് ചെയ്ത് എന്ത് കിട്ടി? 2 1 4 minus 3 2 1 4 minus 3, which is equal to 3 into ഇത് 2 by 2 ഡിറ്റർമിനന്റ്. സിമ്പിൾ ആയിട്ട് വാല്യൂറ്റ് ചെയ്യാം. 1 into 2 2 മൈനസ് ഫോർമുല -3 into -1 +3. അതുപോലെ നെക്സ്റ്റ് +2 into 2 into 2 4 മൈനസ് അടുത്ത -1 ഇത് 4 -4. ആ മൈനസ് ഈ മൈനസ് ഇവിടെ +4 +3 into ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും -6 minus 4 into 1 4. Again, which is equal to 2 minus 3 minus 1 -1 3 -3. Next ഇതെന്താണ്? 8 into 2 plus 16. Next -6 ഉം 4 ഉം -10 -10 ഉം 3 -30, which is equal to -33 ൽ നിന്ന് +16 അല്ലെ -33 plus 16 ആഡ് ചെയ്യുമ്പോൾ -17 എന്ന് കിട്ടും. ശരിയാണോ? ഒന്നുകൂടെ നോക്കുക. ഈ ഡിറ്റർമിനന്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. തെറ്റിപ്പോയാൽ താഴോട്ടുള്ള പല സംഗതികളും തെറ്റും. ഡിറ്റർമിനന്റ് ഈക്വൽ ടു -17, which is not equal to 0. Hence, the system have only one solution. Therefore, the system is എന്താണ്? Consistent. Next, we have to find solution of this system. For that, what is the formula? We have x equal to A inverse into B.
So next we have to find A inverse. എന്താണ് A inverse കാണുന്ന ഫോർമുല? അഡ്ജ് A by determinant A. Determinant A കണ്ടെത്തി. ഇനി എന്ത് കാണണം? Adjoint of the matrix A. Next we have to find അഡ്ജ് A. അഡ്ജോയിന്റ് കാണാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. ആ സെയിം മെത്തേഡ് ആണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്ത് ചെയ്യണം? A എന്ന മെട്രിക്സിലെ എലമെന്റ്സ് അതുപോലെ എടുത്തെഴുതുക. ഷോർട്ട് കട്ട് ടു ഫൈൻഡ് അഡ്ജോയിന്റ്. ഓക്കെ, 3 minus 2 3 എഴുതി, 2 1 minus 1 4 minus 3 2 അല്ലെ? ഈ എലമെന്റ്സ് അതുപോലെ എഴുതി. എന്താണ് പ്രൊസീജിയർ? ഫസ്റ്റ് 2 കോളംസ് അഗൈൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ആദ്യത്തെ കോളം എന്താണ്? 3 2 4. നെക്സ്റ്റ് രണ്ടാമത്തെ കോളം -2 1 -3 -2 1 -3. ആദ്യത്തെ 2 കോളം റിപ്പീറ്റ് ചെയ്ത് എഴുതി. ഇപ്പോൾ ഈ കിട്ടിയ മെട്രിക്സിന്റെ ആദ്യ 2 റോ താഴെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ആദ്യത്തെ റോ എന്താണ്? 3 -2 again 3 3 -2. നെക്സ്റ്റ് രണ്ടാമത്തെ റോ എന്താണ്? 2 1 -1 നെക്സ്റ്റ് 2 1. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ബൗണ്ടറിയിലുള്ള ഈ സംഗതി കട്ട് ചെയ്ത് കളയുക. ഇനി വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അഡ്ജോയിന്റ്. ഓക്കെ, നോക്കിക്കോളൂ. മെട്രിക്സ് ആദ്യത്തെ 4 എലമെന്റ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഡിറ്റർമിനന്റ് ചെയ്യുന്നത് പോലെ അല്ലെ, ഇവന്റെ ഡിറ്റർമിനന്റ് വാല്യൂ അത് തന്നെയാണ്. 1 into 2 എന്താണ്? 2 മൈനസ് നെക്സ്റ്റ് -3 into -1 +3. 2 - 3 എന്ത് കിട്ടി? -1. അതുപോലെ എഴുതുക. ഇവിടെ കിട്ടിയായിരുന്നു 1 into 2 2 മൈനസ് നെക്സ്റ്റ് 3 അല്ലെ? 2 - 3 -1. നെക്സ്റ്റ് ഏത് സെലക്ട് ചെയ്യണം? ഈ 4 എലമെന്റ് സെലക്ട് ചെയ്യുക. വീണ്ടും സെയിം പ്രൊസീജിയർ. -3 into 3 -9 മൈനസ് ഡിറ്റർമിനന്റ് ചെയ്യുന്നത് പോലെ -2 into 2 -4. ആ മൈനസും ഈ മൈനസും കൂടെ +4. -9 + 4 എന്ത് കിട്ടും? -5. അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. താഴെയല്ല എഴുതേണ്ടത്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഈ 4 എലമെന്റ്സ് സെലക്ട് ചെയ്യുക. -2 into -1 +2 മൈനസ് 1 into 3 3. 2 - 3 എന്താണ്? -1. നെക്സ്റ്റ് ഏത് സെലക്ട് ചെയ്യണം? ഈ 4 എലമെന്റ് സെലക്ട് ചെയ്യുക. വീണ്ടും പറഞ്ഞോളൂ. -1 into 4 -4 -1 4 -4 മൈനസ് 2 into 2 4. സോ -4 എന്താണ്? -8. അതിവിടെ എഴുതുക. നെക്സ്റ്റ് ഈ 4 എലമെന്റ്സ് 2 into 3 6 -12. 6 - 12 എന്താണ്? -6. നെക്സ്റ്റ് ഈ 4 എലമെന്റും 3 into 2 6 മൈനസ് -3 അതൊരു +3 ആവും അല്ലെ? സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നോ പ്രോബ്ലം. ദാറ്റ് ഈസ് 9. നെക്സ്റ്റ് അല്ലെ, ഒത്തിരി സർക്കിൾസ് ആയി കൺഫ്യൂഷൻ ആകേണ്ട, നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ 4 എലമെന്റ്സ് സർക്കിൾ ചെയ്യുക. 2 - 3 മൾട്ടിപ്ലൈ ചെയ്താൽ -6. 2 into -3 -6 മൈനസ് 4 into 1 4 എന്ത് കിട്ടി? -10. അതെവിടെ എഴുതണം? താഴെ. നെക്സ്റ്റ് ഈ 4 എലമെന്റ് 4 into -2 -8 4 into -2 -8 മൈനസ് നെക്സ്റ്റ് എന്ത് വരും? +9. മൈനസും മൈനസും +9 വരും. 9 - 8 എന്താണ്? 1. നെക്സ്റ്റ് ലാസ്റ്റ് 4 എലമെന്റ് 3 into 1 3 മൈനസ് അടുത്തത് എന്താണ്? -4. മൈനസും മൈനസും +4 7 എന്ന് കിട്ടും അല്ലെ? ഇനി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല, കാരണം ഒത്തിരി സർക്കിൾസ് ഉണ്ട്. 1 by 1 ആയിട്ട് സർക്കിൾ ഇട്ട് വാല്യൂ കണ്ടെത്തി പോവുക. ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റ് 1 മിനിറ്റ് മതി നമുക്ക് അഡ്ജോയിന്റ് കണ്ടെത്താൻ. അല്ലാതെ നമ്മുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ട് അതിന്റെ മെട്രിക്സ് എഴുതി അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് ആക്ച്വലി അഡ്ജോയിന്റ് കിട്ടുന്നത്. പക്ഷേ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കൃത്യതയോടുകൂടി നമുക്ക് അഡ്ജോയിന്റിയെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അഡ്ജെ കിട്ടി. നെക്സ്റ്റ് വാട്ട് ഈസ് എ ഇൻവേഴ്സ്? അഡ്ജെ ബൈ ഡിറ്റർമിനന്റ്. അത് വളരെ സിമ്പിൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എഴുതാം? x ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ്. ദാറ്റ് ഈസ് 1 by determinant A. Determinant A ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -17 into എന്താണ്? അഡ്ജ്. അതും നമ്മൾ ഇപ്പോൾ കണ്ടെത്തി. -1 -5 then എന്താണ്? -1 -8 -6 then 9. Last row -10 1 7. So A inverse കിട്ടി. Now the solution capital X equal to എന്താണ് ഫോർമുല? A inverse into B which is equal to A inverse again 1 by -17 into ഈ മെട്രിക്സ് അതുപോലെ എന്താണ്? -1 -5 -1
-8 -6 9 -10 1 7 into എന്താണ് ക്യാപിറ്റൽ B അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ കോൺസ്റ്റന്റ് മെട്രിക്സ് എന്താണ് 8 1 4 equal to 1 by -17 into ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് എലമെന്റും മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് പറഞ്ഞോ -1 into 8 -8 -5 1 -5 -1 4 -4 ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടി. ഇനി ഫസ്റ്റ് റോ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ വേറെ എന്തെങ്കിലും കോളം ഉണ്ടോ അവിടെ? ഇല്ല, കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോയും ഈ കോളം മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് റോയിൽ എഴുതുക. -8 into 8 -64 -6 into 1 -6 9 into 4 +36 ആ എലമെന്റ് കിട്ടി. നെക്സ്റ്റ് തേർഡ് റോയും ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ തേർഡ് റോയിൽ എലമെന്റ് കിട്ടും. -10 into 8 -80 1 into 1 1 7 into 4 28 equal to 1 by -17 അതുപോലെ എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -8 4 -12 -5 that is -17. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -34. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -51. Now ഓരോ എലമെന്റിനെയും -17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? -17 by -17 that is 1. Next -34 by -17 that is +2. -51 by -17 that is +3 എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? x equal to അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് x equal to എന്താണ്? കോളം മാട്രിക്സ് 1 2 3. x എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു. x എന്ന് പറഞ്ഞാൽ കോളം മാട്രിക്സ് x y z എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താം. x equal to എന്താണ്? 1. y equal to എന്താണ്? 2. z equal to എന്താണ്? 3 എന്ന് കിട്ടും. x equal to 1, y equal to 2, z equal to 3. ഇതാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ. സോ ഈ സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കാം. ദാ ഇങ്ങനെ കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ആ 3 ഇക്വേഷൻ തന്നിരിക്കും. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് റൈറ്റ് ദ ഗിവൺ ഇക്വേഷൻ ഇൻ മെട്രിക്സ് ഫോം. സെക്കൻഡ് പാർട്ട് ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട്. തേർഡ് പാർട്ട് ഇഫ് കൺസിസ്റ്റന്റ് സോൾവ് ഇറ്റ്. അങ്ങനെയും ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ് അങ്ങനെയും ചോദിക്കാം. എങ്ങനെയായാലും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ എന്താണ്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഒരു കാരണവശാലും തെറ്റത്തില്ല. കൃത്യമായി ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായും വ്യത്യസ്തമായ ടൈപ്പിലുള്ള പ്രോബ്ലംസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതെല്ലാം ചെയ്ത് പഠിക്കൂ, മാർക്ക് സ്കോർ ചെയ്യൂ. ഓക്കെ, ഇത്രയുമാണ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലത്തിനും ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% ഷുവറാണ്, യാതൊരു സംശയമില്ല. സോ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നെക്സ്റ്റ് ഡേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.